നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ചർച്ചകളും കൂട്ടായ്മകളും ഒന്നുകൂടി ഉഷാറായി ആരംഭിച്ചിട്ടുണ്ട്. ചില നേതാക്കൾ കൂടുവിട്ട് കൂടുമാറുകയാണ്. ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ഒറ്റച്ചാട്ടം, മറ്റൊരിടത്ത് വോട്ടുറപ്പിക്കൽ ഐക്യ ചർച്ചകളാണ്. NSS SNDP ഐക്യത്തിൽ തുടർ ചർച്ചകൾക്കായി തുഷാർ വെള്ളാപ്പള്ളി ഈ ആഴ്ച തന്നെ NSS ആസ്ഥാനത്തെത്തുമെന്നറിയുന്നു. സന്ദർശനം സംബന്ധിച്ച് തുഷാർ വെള്ളാപ്പള്ളിയും G സുകുമാരൻ നായരും തമ്മിൽ ഫോണിൽ സംസാരിച്ചു. മറ്റൊരിടത്ത് മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെ കൊച്ചി ബിഷപ്പുമായി ജോസ് കെ മാണി കൂടിക്കാഴ്ച നടത്തി. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ജോസും ബിഷപ്പും പറഞ്ഞെങ്കിലും പാർട്ടി എടുത്ത രാഷ്ട്രീയ തീരുമാനത്തിന്റെ സാഹചര്യം സഭ നേതാക്കളെ അറിയിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സന്ദർശനമെന്നാണ് സൂചന. അതിനിടെ CPIM ഗൃഹസന്ദർശനം തുടരുകയാണ്. UDF ശബരിമല കൊള്ള ആളിക്കത്തിക്കുകയുമാണ്. അങ്ങനെ നിരവധി വാർത്തകൾ വെളിയിലുണ്ട്. നമുക്ക് തൽക്കാലം പ്രാദേശിക വാർത്തകളുമായി ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. മാള അന്നമനട കുമ്പിടിയിൽ വെച്ച് ബന്ധുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. സ്വന്തം അനുജനെ കമ്പിവടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ തൃശൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞുവരുന്ന പോളിനെയാണ് ശിക്ഷിച്ചത്. നെടുമ്പാശ്ശേരി തിരുനായത്തോട് ക്ഷേത്രോത്സവത്തിനിടെ ആനയുടെ ചവിട്ടേറ്റ് ചികിത്സയിലിരുന്ന യുവാവ് മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആലുവ ചൊവ്വര സ്വദേശി സൂരജാണ് മരിച്ചത്. മത്സ്യബന്ധനത്തിനിടെ വള്ളത്തിൽ നിന്ന് കടലിൽ തെറിച്ചു വീണ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഏങ്ങണ്ടിയൂർ എത്തായ് സ്വദേശി കരിപ്പയിൽ 53 വയസ്സുള്ള വിജീഷിനെയാണ് കാണാതായത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മാള അന്നമനട കുമ്പിടിയിൽ വെച്ച് 2018 ബന്ധുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 2020 സ്വന്തം അനുജനെ കമ്പിവടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ തൃശൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞുവരുന്ന പോളിനെയാണ് ശിക്ഷിച്ചത്. ആലത്തൂർ കുമ്പിടി നാലുകണ്ടൻ വീട്ടിൽ ജോസ് 67 വയസ്സ് എന്നയാളെ അടയ്ക്കാമര വാരികൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ചാലക്കുടി ആലത്തൂർ വില്ലേജ് കുമ്പിടി ദേശം നാലുകണ്ടൻ വീട്ടിൽ പോൾ 68 വയസ്സ് എന്നയാളെയാണ് ജീവപര്യന്തം കഠിന തടവിനും 50,000 രൂപ പിഴയടയ്ക്കുന്നതിനും തൃശൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി PP സെയ്തലവി ശിക്ഷ വിധിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 1 വർഷം കൂടി അധിക തടവ് അനുഭവിക്കേണ്ടി വരും. നെടുമ്പാശ്ശേരി തിരുനായത്തോട് ക്ഷേത്രോത്സവത്തിനിടെ ആനയുടെ ചവിട്ടേറ്റ് ചികിത്സയിലിരുന്ന യുവാവ് മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആലുവ ചൊവ്വര സ്വദേശി സൂരജാണ് മരിച്ചത്. ആന ഇടഞ്ഞതിനെ തുടർന്നാണ് സൂരജിനെ ചവിട്ടിയത്. 18 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. 5 ആനകൾ പങ്കെടുത്ത ശീവേലിയിൽ തിടമ്പേറ്റിയ ചിറക്കൽ ശബരിനാഥൻ എന്ന ആനയായിരുന്നു ഇടഞ്ഞത്. ആനപ്പുറത്തുണ്ടായ 3 പേരിൽ ഒരാൾ താഴെ വീണു. ആന വിരണ്ടതോടെ മറ്റൊരാന കൂടി ഓടി. ഇത് കണ്ട് പരിഭ്രാന്തരായ ആളുകൾ ചിതറിയോടുകയായിരുന്നു. ഈ ഓട്ടത്തിനിടയിലാണ് പലർക്കും പരിക്കേറ്റത്. 18 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ ആനകളുടെ മുൻഭാഗത്ത് നിന്ന് ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്ന സൂരജിനെ ആന തട്ടി വീഴ്ത്തുകയായിരുന്നു. ഉടൻ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. മീഡിയ ടൈം, നെടുമ്പാശ്ശേരി. മത്സ്യബന്ധനത്തിനിടെ വള്ളത്തിൽ നിന്ന് കടലിൽ തെറിച്ചു വീണ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഏങ്ങണ്ടിയൂർ എത്തായ് സ്വദേശി കരിപ്പയിൽ വിജീഷിനെയാണ് കാണാതായത്. ഫിഷറീസ് വകുപ്പും കോസ്റ്റൽ പോലീസും ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തി വരുന്നുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 4 മണിക്കാണ് ശിവശക്തി എന്ന വഞ്ചിയിൽ 4 അംഗ സംഘം മത്സ്യബന്ധനത്തിന് പോയത്. ചേറ്റുവ അഴിയിൽ നിന്നും പടിഞ്ഞാറ് മാറി അഞ്ചങ്ങാടി വളവിന് പടിഞ്ഞാറ് 10 കിലോമീറ്റർ അകലെ വെച്ചാണ് വിജീഷ് കടലിൽ വീണതെന്ന് ഒപ്പമുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഫിഷറീസ് വകുപ്പും കോസ്റ്റൽ പോലീസും കടലിൽ തിരച്ചിൽ നടത്തിയിരുന്നു. ആളൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF മെമ്പർമാർക്ക് അനുമോദനം നൽകി. കൊമ്പടിഞ്ഞമാക്കൽ ജംഗ്ഷനിൽ നടന്ന പരിപാടി KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മികവ് കൊണ്ട് മാത്രമാണ് ഈ വിജയം എന്നുള്ള അഹങ്കാരമോ ധാർഷ്ട്യമോ ധിക്കാരമോ നമുക്ക് ആർക്കും വേണ്ട. നമ്മൾ വിജയിച്ചതല്ല, നമ്മളെ വിജയിപ്പിച്ചതാണ്. 10 വർഷക്കാലത്തെ അങ്ങേയറ്റത്തെ ജനവിരുദ്ധമായിട്ടുള്ള ഒരു ഭരണത്തെ പുറത്താക്കാൻ വേണ്ടി ആളൂർ പഞ്ചായത്തിലെ ജനങ്ങൾ മനസ്സറിഞ്ഞ് പോളിംഗ് ബൂത്തിൽ പോയി ഐക്യ ജനാധിപത്യ മുന്നണിയെ അനുഗ്രഹിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഗംഭീരമായിട്ടുള്ള വിജയം. ആളൂരിനെ പറ്റി ഞാൻ കേട്ടത് ഇവിടുത്തെ ചെങ്കോട്ട എന്നോ ചെകുത്താൻകോട്ട എന്നൊക്കെയാണ് ഞാൻ കേട്ടിരുന്നത്. പണ്ട് 4 നൂറ്റാണ്ടുകാലം ഭരിച്ചതാണ്. പിന്നീട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും 10 വർഷം ഭരിച്ചു. CPM-നെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ അവർ അഹങ്കരിച്ച് നടന്നിരുന്ന ഒരു പ്രദേശം.
വാസ്തവത്തിൽ ഇപ്പോൾ അടിച്ചത് ഒരു മന്ദമാരുതനാണ്. UDFന്റെ ഒരു മന്ദമാരുതനാണ് അടിച്ചത്. UDFന്റെ ഒരു മന്ദമാരുതൻ അടിച്ചപ്പോഴേക്കും ആളൂര് പോലെ CPMന്റെ ഒരു ചെങ്കോട്ട തകർന്നു വീണിട്ടുണ്ടെങ്കിൽ സഖാക്കളെ നിങ്ങൾ ഓർത്തോളൂ, 100 ദിവസത്തിനപ്പുറം വരാനിരിക്കുന്നത് UDFന്റെ മന്ദമാരുതനല്ല, UDFന്റെ കൊടുങ്കാറ്റാണ്. നിങ്ങൾ ഈ സംസ്ഥാനത്ത് കെട്ടിപ്പൊക്കിയ സകലമാന കോട്ടകളും തകർന്നടിഞ്ഞു വിടാൻ പോവുകയാണ്. UDF ആളൂർ മണ്ഡലം പ്രസിഡന്റ് ബാബു തോമസ് അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ്, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ഷൺമുഖൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ, പഞ്ചായത്ത് അംഗം നിസാമുദ്ദീൻ, KP സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് പോളി അമ്പൂക്കൻ എന്നിവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക സ്കൂളിൽ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ വളർച്ച വളരെ വളരെ മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടാനുള്ള മാർഗങ്ങൾ ഏത് മാറ്റങ്ങളും ഏത് പരിഷ്കാരങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ മഹത്തായ ആശയത്തിന്റെ മൂല്യങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് മാത്രമേ വിദ്യാഭ്യാസത്തിന് നമുക്ക് ഏത് സാങ്കേതിക വൈജ്ഞാനികത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുവാൻ സാധിക്കും. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, കോമഡി ആർട്ടിസ്റ്റ് പ്രദീപ് പൂലാനി എന്നിവർ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ G അനിൽകുമാർ, പ്രധാനാധ്യാപിക US ജയലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങളായ രേഖ പ്രചോദ്, കവിത സുഭാഷ്, PTA പ്രസിഡന്റ് PS അഭിലാഷ്, MG മുരളീധരൻ, വിരമിക്കുന്ന അധ്യാപകരായ K മധു, G സേതുലക്ഷ്മി എന്നിവർ സംസാരിച്ചു. മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന ദേവാലയത്തിൽ സെബാസ്റ്റിനോസിന്റെ അമ്പു തിരുനാളിനും കന്യകാമറിയത്തിന്റെ ദർശന തിരുനാളിനും കൊടികയറി. ഫാദർ തോമസ് കൂട്ടാല കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലി, ലതീഞ്ഞ്, സന്ദേശം എന്നിവ നടന്നു. ഇന്ന് വൈകിട്ട് 6-ന് ദിവ്യബലിക്ക് ഫാദർ ഡിജോ പയ്യപ്പിള്ളി കാർമ്മികത്വം വഹിക്കും. വെള്ളിയാഴ്ച 6-ന് 2027 തിരുനാൾ പ്രസിദ്ധേന്തിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പള്ളിയിൽ സ്വീകരണം നൽകും. തുടർന്ന് വാഴ്ച, ലതീഞ്ഞ്, ദിവ്യബലി, അനുമോദന യോഗം, ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം എന്നിവ നടക്കും. ശനിയാഴ്ചയാണ് വീടുകളിലേക്കുള്ള അമ്പെഴുന്നള്ളിപ്പ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള അന്നമനട കുമ്പിടിയിൽ വെച്ച് ബന്ധുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. സ്വന്തം അനുജനെ കമ്പിവടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ തൃശൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞുവരുന്ന പോളിനെയാണ് ശിക്ഷിച്ചത്. നെടുമ്പാശ്ശേരി തിരുനായത്തോട് ക്ഷേത്രോത്സവത്തിനിടെ ആനയുടെ ചവിട്ടേറ്റ് ചികിത്സയിലിരുന്ന യുവാവ് മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആലുവ ചൊവ്വര സ്വദേശി സൂരജാണ് മരിച്ചത്. മത്സ്യബന്ധനത്തിനിടെ വള്ളത്തിൽ നിന്ന് കടലിൽ തെറിച്ചു വീണ മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഏങ്ങണ്ടിയൂർ എത്തായ് സ്വദേശി കരിപ്പയിൽ 53 വയസ്സുള്ള വിജീഷിനെയാണ് കാണാതായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.